മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ കുറ്റിക്കുരുമുളക് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വച്ചു പിടിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. കുറ്റിക്കുരുമുളക് ഇന്ന് വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആണുകുടുംബങ്ങളിൽ, അതുപോലെ തന്നെ സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്ന ഒരു അന്തരീക്ഷസ്ഥിതി, അത് ഫ്ലാറ്റിലും അതുപോലെ തന്നെ വാടകയ്ക്കോ താമസിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ നമുക്ക് ഒരു ഒന്നോ രണ്ടോ മൂട് കുറ്റിക്കുരുമുളക് നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിൽ പരിചരിക്കാമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കുറ്റിക്കുരുമുളക് ഇത്രയധികം പ്രചാരമുള്ളത്. അപ്പോഴേ കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ പരിചരണ രീതികൾ എന്തൊക്കെയാണ്, ആർക്കും കുറ്റിക്കുരുമുളക് നട്ടു വളർത്താൻ സാധിക്കും, നമുക്കൊരു പൈസയും കൊടുത്ത് കുറ്റിക്കുരുമുളക് മേടിക്കേണ്ട, അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം കുറ്റിക്കുരുമുളക് നട്ടുപിടിപ്പിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പാർശ്വശാഖകളാണ്. നമുക്കറിയാം, കുരുമുളകിന് രണ്ട് തരത്തിലുള്ള ശാഖകളുണ്ട്. ഒന്ന് പാർശ്വശാഖകളും മറ്റൊന്ന് വള്ളി ശാഖകളും. അപ്പം ഇതൊക്കെയാണ് പാർശ്വശാഖകൾ. പാർശ്വശാഖകളിലാണ് ഈ കുരുമുളക് ഉണ്ടാവുന്നത്. അപ്പം കുരുമുളക് കായ്ഫലം ഉണ്ടാവുന്നത് പാർശ്വശാഖയാണ്. അപ്പോൾ നമ്മൾ കുറ്റിക്കുരുമുളക് നടാൻ വേണ്ടി, കുറ്റിക്കുരുമുളക് വച്ച് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ കണ്ടിച്ചെടുത്തിരിക്കുന്നത് ഇതേപോലെയുള്ള പാർശ്വശാഖകളാണ് കണ്ടിച്ചെടുക്കുന്നത്. എന്നാൽ ഇതാണ് വള്ളി ശാഖകൾ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തറയിലൂടെ ആയാലും മരത്തിലൂടെ ആയാലും വളർന്ന് ഇതിന് വേരുണ്ട്. ഈ വേര് മരത്തിൽ പറ്റിപ്പിടിച്ച് അത് വളർന്ന് മേപ്പോട്ട് പോകും. തറയിലാണ് കിടക്കുന്നതെങ്കിൽ അത് തറയിൽ തന്നെ മണ്ണിൽ അത് വേര് പിടിച്ച് വലുതാവും. അതുപോലെ തന്നെ വള്ളിക്കുരുമുളക് നടാനാണെങ്കിൽ നമ്മൾ ഇതാണ് കണ്ടിച്ചെടുക്കുന്നത്. വള്ളിക്കുരുമുളക് നട്ട് അത് കായ്ഫലമായി വരാൻ മിനിമം 2 കൊല്ലം എടുക്കും. ഇതാണെങ്കിൽ കിളിക്കുമ്പോൾ മുതൽ തന്നെ മുളകുമായിട്ടാണ് ഇത് വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ കുറ്റിക്കുരുമുളക് നമുക്ക് നട്ട് പിടിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ആ കുറ്റിക്കുരുമുളക് നടുന്ന രീതിയിലേക്ക് പോകാം. നമ്മൾ എടുത്തിരിക്കുന്നത് ഈ 2 പാർശ്വശാഖകളാണ്. 2 പാർശ്വശാഖകളുടെ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു. ഈ കുരുമുളകൊക്കെ നമ്മൾ നീക്കം ചെയ്തു. അതുപോലെ ഇതിൻ്റെ ഇലയും നമ്മൾ നീക്കം ചെയ്തു. ഇലകളും കുരുമുളകും ഒന്നും ഇതിന് ആവശ്യമില്ല. കാരണം ഇത് വേര് പിടിക്കുന്നിടം വരെ ഇതിന് സംരക്ഷണം നൽകാനുള്ള ആഹാരം ഈ തണ്ടിനകത്തുണ്ട്. അപ്പം കുരുമുളകും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നശിച്ചു പോകും. അതുകൊണ്ട് ഇലയുടെയും ആവശ്യമില്ല. പിന്നീട് നമുക്ക് ആവശ്യം ഈ പാർശ്വശാഖകൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് ആവശ്യം എന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവറാകാം, ഭരണിയാവാം, ചെടിച്ചട്ടിയാവാം, ഏത് വെള്ളവും ആവും. ഇതിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുക എന്നുള്ളതാണ്. ഇതിൽ 3/4 ഭാഗത്തോളമെങ്കിലും മണ്ണ് നിറയ്ക്കണം. ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറച്ചിട്ട് കുലുക്കി കൊള്ളിക്കുക. 3/4 ഭാഗത്ത് മണ്ണ് നിറച്ചിട്ട് നമ്മൾ കുലുക്കി കൊള്ളിച്ചു. പിന്നീട് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ വേര് പിടിക്കുന്നതിനുള്ള ഒരു തരം ജെല്ലാണ്. അതായത് ജെല്ലെന്ന് പറഞ്ഞാൽ ഹോർമോൺ, റൂട്ടിംഗ് ഹോർമോൺ എന്നൊക്കെ പറയും. വേര് പിടിക്കാൻ കൊള്ളാവുന്ന ജെല്ല്. അപ്പോൾ ഇത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ ഇല്ല എങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ ചീവന് ശേഷം അതിൻ്റെ നമ്മൾ കളയുന്ന ചിരട്ട, ഈ ചിരട്ട നല്ല ഭംഗിയായിട്ട് കത്തിച്ച് അതിൻ്റെ കരി എടുത്ത് പൊടിച്ച് കുഴമ്പ് രൂപത്തിലാക്കി ഈ നമ്മൾ നടാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഈ പാർശ്വശാഖയുടെ 2 മുട്ട് വരെ ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ നല്ല ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നടാൻ സാധിക്കും. ഇവിടെ ഇപ്പം കറ്റാർ വാഴ ഉള്ളതുകൊണ്ടാണ് ഞാൻ കറ്റാർ വാഴ എടുത്തിരിക്കുന്നത്. അങ്ങനെ കറ്റാർ വാഴ ശ്രദ്ധിക്കുക. കറ്റാർ വാഴ 2 കഷ്ണങ്ങളായിട്ട് നമ്മളെടുത്തു. ശ്രദ്ധിക്കുക, 2 മൂടെങ്കിലും ഒരു കവറിനകത്ത് നമ്മൾ നട്ട് പിടിപ്പിക്കണം. അപ്പം ഇതിൻ്റെ ഇതിങ്ങനെ അങ്ങോട്ട് കുത്തി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, കുത്തി ഇങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം ഈ മണ്ണിനകത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ഒരു തടം ഉണ്ടാക്കി. നമ്മൾ ഇത്ര മണ്ണാണ്,
അതിനകത്ത് ഇങ്ങനെ ഇത് ഉറപ്പിച്ച് വെക്കുക. നല്ലവണ്ണം മണ്ണ് ഉറപ്പിച്ച് കൊടുക്കണം. അപ്പം ഇതിപ്പോഴ് നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇത് വെയിലത്ത് വെക്കരുത്. വെയിലേൽക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് 2 മാസം നമുക്കിത് വയ്ക്കണം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പം കറ്റാർ വാഴയുടെ ആ പോളയിലാണ് നമ്മളിത് കുത്തി നട്ട് വച്ചിരിക്കുന്നത്. ഇതിന് കുറച്ച് ദിവസത്തേക്ക് ഒരു 3-4 ദിവസത്തേക്ക് ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തണ്ടയിലും ചുവട്ടിലും കുറേശ്ശെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ തളിച്ചു കൊടുക്കുക. അതിനുശേഷം 2 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇതിന് പുതിയ ഇലയും ഒപ്പം കുരുമുളകും കൂടെ ഒരുപോലെയായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം മണ്ണ് ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ചുകൂടെ വലുതാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവറിൽ നിന്നും ഇത് മണ്ണിലോ അതല്ലെങ്കിൽ ചട്ടിയിലോ നമുക്ക് ഇഷ്ടമുള്ള പ്രതലത്തിലേക്ക് മാറ്റി നട്ട് നമുക്ക് ഇത് ഒരു 10-15 കൊല്ലത്തോളം സ്ഥിരമായി നമുക്ക് വിളവെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായ ചൂടിനെ അതിജീവിക്കാനുള്ള കഴിവ് ഈ കുറ്റിക്കുരുമുളകില്ല. അതുകൊണ്ട് തന്നെ ഇത് മണ്ണിലാണ് നടന്നെങ്കിൽ ഏതെങ്കിലും വൃക്ഷങ്ങളുടെ തണൽ കിട്ടത്തക്ക രീതിയിലുള്ള ഉണ്ടാവും. ചട്ടിയിലാണെങ്കിൽ മഴയില്ലാത്ത ദിവസങ്ങളിൽ നമ്മളത് തണലത്തെടുത്ത് വെക്കണം. അതുപോലെ തന്നെ മഴയില്ലാത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് വെള്ളം തെളിച്ചു കൊടുക്കണം. ചട്ടിയിലും ഗ്രോബാഗിലും ഒക്കെ നടന്ന കുറ്റിക്കുരുമുളകിന് ഒരു 15 ദിവസമോ 20 ദിവസമോ കൂടുമ്പോൾ ഒറ്റക്കൈ വളം ഇട്ട് മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ മണ്ണിലാണ് നടന്നതെങ്കിൽ ഒരു 2 മാസം കൂടുമ്പം നമ്മൾ വളം ചെയ്താൽ മതി. എല്ലാ ദിവസവും ഇതിൻ്റെ കുരുമുളകിന് തിരി വീഴുകയും മുളകുണ്ടാവുകയും അതുപോലെ തന്നെ ഒരു 10 വണ്ണമെങ്കിലും നമുക്ക് പറിച്ചെടുക്കത്തക്ക രീതിയിൽ വിളഞ്ഞു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇതാർക്കും എളുപ്പത്തിൽ ചെയ്യാം. കുരുമുളക് ഉള്ള വീടുകളിൽ, കുരുമുളകിൻ്റെ ആ കൊടിയുള്ള വീടുകളിൽ ചെന്ന് 2 പാർശ്വകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും തരും. അത് കൊണ്ടുവരുന്ന അന്ന് തന്നെ ഇത് ഇങ്ങനെ നടണം, ഇല്ലെങ്കിൽ അത് പല്ലായിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഇതിന് വെയിൽ ഏക്കരുത്. തണലുള്ള അതല്ലെങ്കിൽ നമ്മുടെ മുറിക്കകത്ത് തന്നെ ഏതാനും ദിവസങ്ങൾ വെച്ചാലും മതി. അത് കഴിഞ്ഞ് സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വെക്കണം. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇന്ന് കുരുമുളകിൻ്റെ വില ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനൊന്ന് ശ്രമിക്കാം. അപ്പോൾ ഇത്തരത്തിലെ കൃഷിരീതികൾ എന്ന് പറഞ്ഞാൽ ഏതൊരു സാധാരണ ആൾക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സുഗന്ധവ്യഞ്ജനങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, വലിയ ചിലവൊന്നുമില്ലാതെ നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന കൃഷിരീതികളൊക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി ഈ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എൻ്റെ വീഡിയോകൾ കാണുകയും തുടങ്ങിയ അന്ന് മുതൽ നാളെ വരെ വേണ്ട എല്ലാ പ്രോത്സാഹനവും ചെയ്തുകൊണ്ടിരിക്കുന്ന അഭ്യുതാകാംക്ഷികളും പ്രിയപ്പെട്ടവരുമായ എല്ലാ ആളുകൾക്കും എൻ്റെ കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.